ഹായ് എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കനിവും കരുതലും എന്ന 1ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുരളി നാഗപ്പുഴ, CB ഷിബു എന്നീ 2 ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ആമുഖമായിട്ട് നൽകിയിട്ടുള്ളത്. ഇവ രണ്ടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഈ 2 ചിത്രങ്ങളും നമ്മോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മുരളി നാഗപ്പുഴയുടെ 1ാമത്തെ ചിത്രം സമൃദ്ധിയെയാണ് കുറിക്കുന്നത്. ഈ ചിത്രം ഒരു മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാടിനെയാണ് കാണിക്കുന്നത്. വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, ജലസ്രോതസ്സുകൾ വ്യക്തമാണ്, പക്ഷികളും മൃഗങ്ങളും കളിക്കുന്നു, മനുഷ്യർ പ്രകൃതിയോട് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. സമൃദ്ധിയും ജീവനും തുളുമ്പുന്ന ഒരു പരിസ്ഥിതിയെ ഇത് സൂചിപ്പിക്കുന്നു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കനിവും കരുതലുമാണ് ഇവിടെ പ്രകടമാകുന്നത്. CB ഷിബുവിൻ്റെ 2ാമത്തെ ചിത്രം വരൾച്ച അഥവാ നാശത്തെയാണ് കുറിക്കുന്നത്. ഈ ചിത്രം വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്തെയാണ് കാണിക്കുന്നത്. മണ്ണ് വിണ്ടുകീറിയിരിക്കുന്നു, ചെടികളോ വൃക്ഷങ്ങളോ ഇല്ല, വെള്ളം ലഭ്യമല്ലാത്തതിനാൽ ജീവികൾ കഷ്ടപ്പെടുന്നു. ചിത്രത്തിൽ 2 മനുഷ്യരൂപങ്ങൾ വരണ്ട മണ്ണിലൂടെ ഒരു തുള്ളി വെള്ളവുമായി നടന്നു പോകുന്നു. ജലദൗർലഭ്യം, പരിസ്ഥിതിയുടെ നാശം, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്നിവയെ ഇവ സൂചിപ്പിക്കുന്നു. പ്രകൃതിയോട് മനുഷ്യൻ കാണിച്ച അവഗണനയുടെ ഫലമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഈ 2 ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രകൃതി സംരക്ഷണം ഒരു ആവശ്യമാണ്. മുകളിലെ ചിത്രം പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സൗന്ദര്യത്തെയും സമാധാനത്തെയും കാണിക്കുമ്പോൾ, താഴെയുള്ള ചിത്രം പ്രകൃതിയെ നശിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളെയും വരൾച്ചയെയും ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു. ജലത്തിന്റെ പ്രാധാന്യം. 2 ചിത്രങ്ങളിലും ജലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യ ചിത്രത്തിൽ ജലം സമൃദ്ധമായി ഒഴുകുമ്പോൾ 2ാമത്തെ ചിത്രത്തിൽ ജലം ഇല്ലാത്തതുകൊണ്ട് ഭൂമി വരണ്ടുണങ്ങുന്നു. ഇത് ജലസംരക്ഷണത്തിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. മനുഷ്യന്റെ പങ്ക്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയെ നശിപ്പിച്ചാൽ അത് മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഈ ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയോട് കരുണയും കനിവും കാണിച്ചാൽ അതിൻ്റെ ഫലം നല്ലതായിരിക്കും, അല്ലെങ്കിൽ ദുരിതങ്ങളായിരിക്കും എന്ന പാഠം ഈ ചിത്രങ്ങൾ നൽകുന്നു. ഭാവി തലമുറയോടുള്ള ഉത്തരവാദിത്തം. നാം നമ്മുടെ പ്രകൃതിയെ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് ഭാവി തലമുറയുടെ ജീവിതത്തെയും ബാധിക്കും. മുകളിലെ ചിത്രം നല്ല ഭാവിയെയും താഴെയുള്ള ചിത്രം ഭീകരമായ ഭാവിയെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണെന്നും പ്രകൃതിയോട് കനിവും കരുതലും കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ എന്നും ഈ ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.